Bar and Roundup, brought to you by Lulu Exchange and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് ആഗസ്റ്റ് 3 തിങ്കളാഴ്ച 4PM ന്യൂസ് ബഹ്റൈൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന പുതിയ അക്കാഡമിക് വർഷത്തിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും വൻ സുരക്ഷാ സജ്ജീകരണങ്ങളുമായി സദേൺ ഗവർണറേറ്റ്. സദേൺ ഗവർണർ എച്ച് ഷെയ്ഖ് ഖലീഫ ബിൻ അലി അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന സെക്യൂരിറ്റി കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. സ്കൂളുകൾക്ക് സമീപം ട്രാഫിക് പട്രോളിംഗ് ശക്തമാക്കാനും തടസ്സമില്ലാത്ത ഗതാഗതം ഉറപ്പാക്കാനും ഗവർണർ നിർദ്ദേശം നൽകി. പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനൊപ്പം മേഖലയിലെ ക്രമസമാധാനം ഉറപ്പാക്കാൻ എല്ലാ സുരക്ഷാ ഏജൻസികളും സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 33 പുതിയ ജഡ്ജിമാരെയും പബ്ലിക് പ്രോസിക്യൂട്ടർമാരെയും നിയമിച്ചുകൊണ്ട് ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ ഉത്തരവിറക്കി. നിയമനം ലഭിച്ചവരിൽ 2 വനിതകളും ഉൾപ്പെടുന്നു. നൂറു അബ്ദുള്ള ശിഹാബ്, നൂറ ജമാൽ അൽ സയ്യിദ് എന്നിവരെയാണ് പബ്ലിക് പ്രോസിക്യൂഷൻ മേധാവികളായി നിയമിച്ച വനിതകൾ. കസേഷൻ കോടതി, ഹൈ സിവിൽ അപ്പീൽ കോടതി ഉൾപ്പെടെയുള്ള ഉന്നത നീതിന്യായ പദവികളിലേക്കാണ് ഈ പുതിയ നിയമനങ്ങൾ നടത്തിയത്. ബഹ്റൈനിലെ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിച്ച് ബഹ്റൈൻ ഫോർട്ട് 1-ാം സ്ഥാനം നിലനിർത്തി. ജൂലൈ മാസത്തിൽ മാത്രം 9142 പേരാണ് ഈ യുനെസ്കോ പൈതൃക സ്മാരകം സന്ദർശിച്ചത്. ഇതിൽ ഭൂരിഭാഗവും വിദേശ വിനോദസഞ്ചാരികളായിരുന്നു. 2432 സന്ദർശകരുമായി ബഹ്റൈൻ നാഷണൽ മ്യൂസിയം 2-ാം സ്ഥാനത്തും 1644 സന്ദർശകരുമായി ട്രീ ഓഫ് ലൈഫ് 3-ാം സ്ഥാനത്തുമെത്തി. രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയുടെ മികച്ച മുന്നേറ്റമാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മേഖലയിലെ സാമ്പത്തിക മാന്ദ്യത്തെ മറികടന്ന് ബഹ്റൈനിൽ വിദേശ വിനോദസഞ്ചാരികളുടെ ചിലവഴിക്കലിൽ വൻ വർധനവ്. സെൻട്രൽ ബാങ്ക് ഓഫ് ബഹ്റൈൻ്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മെയ് മാസത്തിൽ വിദേശ ബാങ്ക് കാർഡുകൾ വഴി 86.1 ദശലക്ഷം ദിനാറിന്റെ ഇടപാടുകൾ നടന്നു. മാർച്ചിനെ അപേക്ഷിച്ച് 204% വർധനവാണ് ഇത്. വ്യോമഗതാഗതം പുനരാരംഭിച്ചതോടെയാണ് വിദേശികളുടെ വരവും ചിലവഴിക്കലും പൂർവ്വസ്ഥിതിയിലായത്. മെയ് മാസത്തിലെ ആകെ കാർഡിടപാടുകൾ 596.2 ദശലക്ഷം ദിനാറിലെത്തി. നോർത്തേൺ ഗവർണറേറ്റിലെ കുറഞ്ഞ വരുമാനക്കാരായ 50-ലധികം കുടുംബങ്ങളുടെ വീടുകൾ പുനരുദ്ധരിച്ചു. മുനിസിപ്പാലിറ്റി കാര്യ കർഷക മന്ത്രാലയം നടപ്പിലാക്കുന്ന ടൗൺസ് ആൻഡ് വില്ലേജ് ഡെവലപ്മെന്റ് പദ്ധതിയിലൂടെ 52 വീടുകളുടെ അറ്റകുറ്റപ്പണികളും വാട്ടർ പ്രൂഫിംഗുമാണ് പൂർത്തിയാക്കിയത്. കൂടാതെ സന്നദ്ധ പ്രവർത്തകരുടെയും ഉദാരമതികളുടെയും സഹായത്തോടെ 10 വീടുകൾ കൂടി നവീകരിക്കാൻ സാധിച്ചതായി കൗൺസിലർ അബ്ദുള്ള മുബാറക് ബലാൽ അൽ ഖുബൈസി അറിയിച്ചു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി. മനാമയിലെ ഹൂറ പ്രദേശത്തുള്ള അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ നിന്ന് 14 പേരെ സിവിൽ ഡിഫൻസ് സേന സംയോജിതമായി രക്ഷപ്പെടുത്തി. കെട്ടിടത്തിൽ പടർന്ന തീ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ നിയന്ത്രണ വിധേയമാക്കി. പുക ശ്വസിച്ചവർക്ക് നാഷണൽ ആംബുലൻസ് സംഘം അടിയന്തര വൈദ്യസഹായം നൽകി. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ബഹ്റൈൻ ചാപ്റ്ററിന്റെ 2026-27 പ്രവർത്തന വർഷത്തേക്കുള്ള പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചുമതലയേറ്റു. CA വിനോദ് രാഠിയാണ് പുതിയ ചെയർപേഴ്സൺ. CA അഭിഷേക് ഗുപ്ത വൈസ് ചെയർപേഴ്സൺ, CA പങ്കജ് ജെയിൻ സെക്രട്ടറി, CA വിവേക് ത്രിവേദി ട്രഷറർ എന്നിവരാണ് മറ്റ് പ്രധാന ഭാരവാഹികൾ. അംഗങ്ങളുടെ പ്രൊഫഷണൽ വളർച്ചയ്ക്കും സേവനങ്ങൾക്കും മുൻഗണന നൽകുമെന്ന് പുതിയ ഭാരവാഹികൾ അറിയിച്ചു. പ്രവാസി തൊഴിലാളികൾക്ക് തണലായി ICRFന്റെ തേഴ്സ്റ്റ് ക്വഞ്ചേഴ്സ്. കഠിനമായ വേനൽ ചൂടിൽ ജോലി ചെയ്യുന്ന പ്രവാസി തൊഴിലാളികൾക്കായി ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫോറം നടത്തുന്ന തേഴ്സ്റ്റ് ക്വഞ്ചേഴ്സ് 2026 ക്യാമ്പയിൻ തുടരുന്നു. 7-ാം ആഴ്ചയുടെ ഭാഗമായി റീഫ് ഐലൻഡിലെ തൊഴിലിടത്തിൽ 480ഓളം തൊഴിലാളികൾക്ക് കുടിവെള്ളവും ഫലവർഗ്ഗങ്ങളും തണുത്ത പാനീയങ്ങളും വിതരണം ചെയ്തു. തൊഴിൽ മന്ത്രാലയത്തിന്റെയും LMREയുടെയും സഹകരണത്തോടെയാണ് പദ്ധതി സംഘടിപ്പിക്കുന്നത്. വേനൽക്കാലത്ത് പാലിക്കേണ്ട ആരോഗ്യ സുരക്ഷാ നിർദ്ദേശങ്ങളെക്കുറിച്ച് ഡോക്ടർ ബാബു രാമചന്ദ്രൻ സംസാരിച്ചു.
പ്രവാസി ഗൈഡൻസ് ഫോറത്തിന്റെ വാർഷികവും ഓണാഘോഷവും ഒക്ടോബർ 2 സൽമാനിയ KCT ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 10:30 ആരംഭിക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം വിപുലമായ ഓണസദ്യയും ഉണ്ടായിരിക്കും. പരിപാടിയുടെ വിജയത്തിനായി ജെയിംസ് ഫിലിപ്പ്, വാർഷികാഘോഷ കൺവീനർ കവിത ജ്യോതിഷ്, ഓണാഘോഷ കൺവീനർ എന്നിവരുടെ നേതൃത്വത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു. PGF പ്രസിഡന്റ് ബിനു ബിജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വർക്കിംഗ് ചെയർമാൻ പ്രദീപ് പുറവങ്കര, അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ വിശ്വനാഥൻ ഭാസ്കരൻ, ബിജു തോമസ്, സെക്രട്ടറി ബിജു KP, ട്രഷറർ ജോസഫ് E. മാത്യൂസ് എന്നിവർ സംസാരിച്ചു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.